8ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്ററായിട്ടുള്ള ലോഹങ്ങളും അലോഹങ്ങളും എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു പിക്ചർ കാണാം. അതിൽ നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ഒരുപാട് ഉപകരണങ്ങൾ കാണാൻ വേണ്ടി പറ്റും. അതിൽ ലോഹങ്ങൾ കൊണ്ടുണ്ടാക്കിയതൊക്കെ ഒരുപാട് ഉപകരണങ്ങളുണ്ട്. ലോഹങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കാഠിന്യം കുറച്ച് കൂടുതലുള്ള ആൾക്കാരാണ് ലോഹങ്ങൾ എന്ന് പറഞ്ഞാൽ. അവർക്ക് തിളക്കമുണ്ട്, അതുപോലെ തന്നെ അവർക്ക് താപം കടത്തിവിടുന്നുണ്ട്, അതുപോലെ തന്നെ അവർ വൈദ്യുതി കടത്തിവിടുന്നുണ്ട്. ഇതൊക്കെ ലോഹത്തിൻ്റെ പ്രത്യേകതകളാണ്. അപ്പോൾ നമുക്ക് അടുത്ത പേജിൽ ഒരു ടേബിൾ കാണാൻ വേണ്ടി പറ്റും. അതിൽ ചുറ്റിക നിങ്ങൾക്ക് കാണാം, അത് അതിൻ്റെ കാഠിന്യമാണ് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ നമുക്ക് പാത്രം കാണാം, അതിൻ്റെ താപചാലകതയാണ്. ലൈൻ കമ്പികൾ കാണാം, വൈദ്യുതചാലകതയാണ്. സ്വർണ്ണ ആഭരണങ്ങൾ കാണാം, അതിൻ്റെ തിളക്കമാണ്. പിന്നെ മണികളൊക്കെ കാണാൻ വേണ്ടി പറ്റും, അത് ശബ്ദം പുറപ്പെടുവിക്കാനുള്ള കഴിവാണ്. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് മാലിബിലിറ്റി. അതായത് ലോഹങ്ങളെ നമുക്ക് എന്ത് പറ്റും ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അടിച്ചു പരത്തിയിട്ട് നേർത്ത തകിടുകളാക്കി മാറ്റാൻ വേണ്ടി പറ്റും. അതിനാണ് നമ്മൾ മാലിബിലിറ്റി എന്ന് പറയുന്നത്. അതായത് നന്നായിട്ട് അടിച്ചു പരത്തിയിട്ട് നമുക്ക് തകിടുകളാക്കി മാറ്റാൻ വേണ്ടി പറ്റും. ഇവിടെ നിങ്ങൾക്ക് കാണാം അതായത് അലൂമിനിയം ഫോയിലാണ് അതെന്ന് പറയുന്നത്. അത് നമ്മൾ എന്ത് ചെയ്തതാണ്, അതിനെ അടിച്ചു പരത്തി ഈ ഒരു രൂപത്തിലാക്കി എടുക്കുക ചെയ്യുന്നത്. മാലിബിലിറ്റി ഏറ്റവും കൂടിയിട്ടുള്ള ലോഹം എന്ന് പറഞ്ഞാൽ ഏതാണെന്ന് ചോദിച്ചാൽ അത് സ്വർണ്ണമാണ്. മാലിബിലിറ്റി നമ്മൾ ഉള്ളത് കൊണ്ട് തന്നെ കെട്ടിടത്തിൻ്റെ മേൽക്കൂര നിർമ്മിക്കാൻ നമ്മൾ ലോഹ ഷീറ്റുകൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇതൊക്കെ മാലിബിലിറ്റീൻ്റെ ഉപയോഗങ്ങളാണ്. ഇനി എന്താണ് ഡക്റ്റിലിറ്റി. ലോഹങ്ങളെ വലിച്ചു നീട്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നേർത്ത കമ്പികളാക്കി മാറ്റാൻ വേണ്ടി പറ്റും. അതിനാണ് നമ്മൾ ഡക്റ്റിലിറ്റി എന്ന് വിളിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ വൈദ്യുത ഫിലമെൻറ്റിനുള്ളിലൊക്കെ നേർത്ത കമ്പികളാണുള്ളത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഡക്റ്റിലിറ്റി കൂടിയിട്ടുള്ള ലോഹവും നമ്മുടെ സ്വർണ്ണം തന്നെയാണ്. പ്ലാറ്റിനവും ഡക്റ്റിലിറ്റി കൂടുതലാണ്. വൈദ്യുത ചാലകത, വൈദ്യുതി കടത്തിവിടാനുള്ള ലോഹങ്ങളുടെ കഴിവിനെയാണ് നമ്മൾ വൈദ്യുത ചാലകത എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ലൈൻ കമ്പികൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. ഏറ്റവും കൂടുതൽ വൈദ്യുത ചാലകത കൂടിയിട്ടുള്ള ലോഹം എന്ന് പറയുന്നതും വെള്ളിയാണ്. ഏറ്റവും കൂടുതൽ വൈദ്യുത ചാലകത കൂടിയിട്ടുള്ളത്. പക്ഷേ നമുക്ക് ഡെയിലി നമ്മളെ നിത്യജീവിതത്തിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല. വെള്ളിയിലുള്ള കമ്പികളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം അത് അത്രയും എക്സ്പെൻസീവാണ്. അതായത് കോസ്റ്റ്ലി ആയതുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും വെള്ളി, ചെമ്പ്, സ്വർണ്ണം, അലൂമിനിയം, ഇതിലൊക്കെ ഏറ്റവും കൂടുതൽ വൈദ്യുതി കടത്തിവിടുന്ന ആൾ വെള്ളിയാണ്, പിന്നെ ചെമ്പാണ്, പിന്നെ സ്വർണ്ണമാണ്, അലൂമിനിയമാണ്. പക്ഷേ നമ്മൾ ഡെയിലി കാണുന്ന നമ്മളെ വൈദ്യുത കമ്പികളൊക്കെ എന്ന് പറയുന്നത് നമ്മളെ ഈ പിക്ചറിലൊക്കെ കാണിച്ചിരിക്കുന്ന അലൂമിനിയം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി എന്താണ് താപചാലകത. അതായത് ലോഹങ്ങളുടെ അടുത്ത ഒരു പ്രത്യേകതയാണ് താപം കടത്തിവിടാനുള്ള കഴിവ്. അതാണ് അതിൻ്റെ താപചാലകത. താപചാലകത ഏറ്റവും കൂടിയിട്ടുള്ള ലോഹം എന്ന് പറയുന്നതും വെള്ളിയാണ്. അലൂമിനിയത്തിനും അതുപോലെ തന്നെ ചെമ്പിനൊക്കെ താപചാലകത കൂടുതലാണ്. അടുത്തതാണ് സൊണോരിറ്റി, ശബ്ദം പുറപ്പെടുവിക്കാനുള്ള കഴിവ്. അതായത് നമ്മൾ നല്ല കട്ടിയുള്ള എന്തെങ്കിലും വസ്തുക്കൾ കൊണ്ട് തട്ടുന്ന സമയത്ത് ശബ്ദം പുറപ്പെടുവിക്കാനുള്ള കഴിവ് എന്തിനുണ്ട്, ലോഹങ്ങൾക്കുണ്ട്. അതിനെയാണ് നമ്മൾ അതിൻ്റെ സൊണോരിറ്റി എന്ന് വിളിക്കുന്നത്. അതായത് മണികളൊക്കെ മുഴങ്ങുന്നത്, അതുപോലെ തന്നെ നമ്മൾ സ്കൂളിലൊക്കെ ബെല്ലടിക്കുന്നുണ്ട്. അതൊക്കെ എന്ന് പറയുന്നത് കട്ടിയുള്ള ഒരു സാധനം കൊണ്ട് തട്ടുമ്പോഴാണ് ആ സൗണ്ട് ഉണ്ടാകുന്നത്. അതുപോലെ നമ്മുടെ ചിലങ്ക, ഇതൊക്കെ എന്ന് പറയുന്നത് എന്താണ്, സൊണോരിറ്റിയാണ്. ലോഹദ്യുതി എന്താണ്, അതായത് പുതിയതായിട്ട് നമ്മൾ മുറിച്ച പ്രതലത്തിന് ഒരു തിളക്കം അനുഭവപ്പെടാറുണ്ട്. അതിനെയാണ് നമ്മൾ ലോഹദ്യുതി എന്ന് പറയുന്നത്. അതായത് സോഡിയൊക്കെ നമ്മൾ കത്തിയെ കൊണ്ടൊക്കെ മുറിച്ച ആ പ്രതലത്തിന് ഒരു തിളക്കം ഉണ്ടാവാറുണ്ട്. അതാണ് ലോഹദ്യുതി. ലോഹദ്യുതി ഉള്ളത് കൊണ്ട് നമുക്ക് ആഭരണം നിർമ്മിക്കാനൊക്കെ ഉപയോഗിക്കാം. കാഠിന്യം, ലോഹങ്ങളൊക്കെ നല്ല കാഠിന്യമുള്ളവരാണ്. പക്ഷേ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം ഇവർ മൃദു ലോഹങ്ങളാണ്. പക്ഷേ പൊതുവേ ലോഹങ്ങൾ കാഠിന്യമുള്ളതാണ്. ലോഹങ്ങൾക്ക് പൊതുവേ ഉയർന്ന ദ്രവനിലയാണുള്ളത്, മെൽറ്റിംഗ് പോയിന്റ് കൂടുതലാണ്. പക്ഷേ ഗാലിയം, സീസിയം തുടങ്ങിയ ആൾക്കാരൊക്കെ നമ്മൾ കയ്യിൽ പിടിച്ചാൽ തന്നെ അത് ഉരുകിപ്പോവും. ലോഹങ്ങൾ പൊതുവേ ഉയർന്ന തിളനിലയാണുള്ളത്. ലോഹങ്ങൾക്ക് പൊതുവേ ഉയർന്ന സാന്ദ്രതയും ഉണ്ട്. പക്ഷേ കുറഞ്ഞ സാന്ദ്രതയുള്ള ആൾക്കാരാണ് ലിഥിയവും, സോഡിയവും, പൊട്ടാസ്യവും ഒക്കെ കുറഞ്ഞ സാന്ദ്രതയുള്ള ആൾക്കാരാണ്. ഇനി അടുത്തത് എന്താണ്, അലോഹങ്ങൾ. ലോഹങ്ങളെക്കുറിച്ച് പറഞ്ഞു. അലോഹങ്ങൾ നേരെ ഓപ്പോസിറ്റാണ്. അലോഹങ്ങൾക്ക് എന്തില്ല, കാഠിന്യം കുറവാണ്, സൊനോരിറ്റി ഇല്ല, സാധാരണ താപചാലകങ്ങളൊന്നും അല്ല ഇവരെന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്തത് പറഞ്ഞ് ലോഹവും അന്തരീക്ഷ വായുവും തമ്മിൽ പ്രവർത്തിച്ചാൽ എന്തുണ്ടാവും. നമുക്കറിയാം അന്തരീക്ഷ വായുവിൽ എന്ത് പ്രവർത്തിച്ചാലും എന്ത് സംഭവിക്കും, നമ്മുടെ ഓക്സൈഡുകളായിട്ട് മാറുന്നുണ്ടാവും അല്ലേ. അപ്പം നമ്മൾ അത് ഓക്സൈഡുകളായി മാറുന്ന സമയത്ത് അവരുടെ നിറമൊക്കെ എന്ത് ചെയ്യും, ഇങ്ങനെ മങ്ങി പോകുന്നുണ്ടായിരിക്കും. അതാണ് അടുത്തായിട്ട് നമ്മൾ പറയുന്നത്. അലൂമിനിയത്തിലൊക്കെ നമ്മൾ മുറിച്ച് ഉള്ള സമയത്തുള്ള തിളക്കം പിന്നീട് നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും മെഗ്നീഷ്യത്തിനും ഓക്സിജനും ഒക്കെ ആയിട്ട്. മെഗ്നീഷ്യം ഒരു ലോഹ, ഓക്സിജനെ പ്രവർത്തിച്ച് അത് മെഗ്നീഷ്യം ഓക്സൈഡായി മാറുന്നുണ്ട്. അതിൻ്റെ ഒരു ജലീയ ലായനി, ജലത്തിൽ ലയിപ്പിച്ച ഒരു ലായനി നമ്മൾ ഉണ്ടാക്കി ലിറ്റ്മസ് പേപ്പറൊക്കെ ഉപയോഗിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് ലോഹ ഓക്സൈഡുകളൊക്കെ എന്തുള്ള ബേസിക് സ്വഭാവമുള്ളവയാണ്. ആ ലോഹത്തിന് ഒരു ബെസ്റ്റ് ഉദാഹരണം അല്ലെങ്കിൽ ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മളെ കാർബൺ എന്ന് പറഞ്ഞാൽ. അപ്പോൾ കാർബൺ ഓക്സൈഡുകളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ ഒരു ഓക്സൈഡ്, ഒരു ലോഹമാണത്. അതിനെ നമ്മൾ ജലത്തിൽ ലയിപ്പിച്ചാൽ നിങ്ങൾക്കറിയാം നമുക്ക് കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ സോഡാ വാട്ടറാണ്. ആ സോഡാ വാട്ടറിന് നമ്മൾ ലിറ്റ്മസ് പേപ്പറൊക്കെ വെച്ചിട്ട് അത് നോക്കുന്ന സമയത്ത് കാർബോണിക് ആസിഡാണ്, അതിൽ ആസിഡ് സ്വഭാവമാണ് കാണുന്നത്. അപ്പോൾ അലോഹ ഓക്സൈഡുകൾ പൊതുവെ ആസിഡിക് സ്വഭാവം കാണിക്കുന്നു. ലോഹ ഓക്സൈഡാണ് ബേസിക് സ്വഭാവം. എന്താണ് ലോഹനാശനം, ലോഹങ്ങൾ നശിച്ചു പോവുക. അതായത് നമുക്ക് ചെമ്പ് ക്ലാവ് പിടിക്കുന്നത് കാണാൻ വേണ്ടി പറ്റും. അലൂമിനിയത്തിൻ്റെ കുബേരത്തിന് തിളക്കം നഷ്ടപ്പെടാം. നമ്മൾ ഏറ്റവും കൂടുതൽ ലോഹനാശത്തിന് പറയുന്ന ആളാരാ, അത് നമ്മളെ തുരുമ്പ് പിടിക്കുന്നതാണ് അല്ലേ. ലോഹങ്ങൾ നശിച്ചു പോവുക, മറ്റുള്ള
അന്തരീക്ഷത്തിലുള്ള ഘടകങ്ങളൊക്കെ ആയിട്ട് ഏർപ്പെട്ട് അത് നശിച്ചു പോകുന്നതിനാണ് നമ്മൾ ലോഹനാശനം. നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ ഇവിടെ ഒരു ടെസ്റ്റ് ട്യൂബിൽ കുറേ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഒരു എക്സ്പെരിമെൻറ്റ് തന്നിട്ടുണ്ട്. അതിൽ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഇതിൽ നമ്മൾ കറിയുപ്പിലൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള ഇരുമ്പാണിയൊക്കെ ഉണ്ട്. കറിയുപ്പൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ തുരുമ്പ് പിടിക്കലിന്, അതായത് ലോഹനാശനത്തെ ത്വരിതപ്പെടുത്തുക ചെയ്യുക, പെട്ടെന്ന് നടക്കും അത്. അതുപോലെ തന്നെ നമ്മൾ അന്തരീക്ഷത്തിൽ ഓക്സിജൻ, അതുപോലെ തന്നെ കറിയുപ്പ് തരിക, അതായത് നമ്മൾ ലവണങ്ങൾ, അതുപോലെ തന്നെ നമ്മൾ ഈർപ്പം, ഇതിൻ്റെയൊക്കെ സാന്നിധ്യത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, പെട്ടെന്ന് തന്നെ തുരുമ്പ് പിടിക്കൽ എന്ന് പറഞ്ഞൊരു പ്രക്രിയ നടക്കുന്നുണ്ട് എന്നാണ് ഇവിടെ നമ്മൾ പറഞ്ഞു വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, അന്തരീക്ഷ വായുവിലുള്ള ഓക്സിജൻ, ജലാംശം, ഇതൊക്കെ ഇരുമ്പ് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, തുരുമ്പിക്കുന്നത്. കടൽ തീരത്തൊക്കെ ഇരുമ്പിലുള്ള ജനാലകൾ പെട്ടെന്ന് തുരുമ്പിക്കും. കാരണം എന്താ, ലവണാംശത്തിൻ്റെ കൂടുതലുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇതിനെ സൂക്ഷിച്ച് വെക്കുകയെന്ന്. അപ്പോൾ സൂക്ഷിച്ച് വെക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനെന്തെങ്കിലും ഒരു പെയിൻറ്റ് അടിച്ചും അതുപോലെ തന്നെ മറ്റ് മാർഗ്ഗങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ചെയ്യേണ്ടി വരും. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കാണാം, നമ്മൾ സോഡിയം പൊട്ടാസ്യമൊക്കെ മണ്ണെണ്ണയിലാണ് സൂക്ഷിക്കുക. കാരണം എന്തുകൊണ്ട്, അവർ പെട്ടെന്ന് അന്തരീക്ഷത്തിലുള്ള ആൾക്കാരുമായിട്ട് പ്രവർത്തിക്കും. നാരങ്ങ നമ്മൾ ഒരു കത്തിനെ കൊണ്ട് മുറിച്ച് കഴിഞ്ഞാൽ കത്തി പെട്ടെന്ന് എന്ത് ചെയ്യുന്നുണ്ട്, തുരുമ്പ് പിടിക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. പിന്നെ അച്ചാറ്, തൈര് തുടങ്ങിയുള്ള പൊടിരസമുള്ള പാത്രങ്ങളൊന്നും നമ്മൾ അലൂമിനിയം പാത്രങ്ങളിൽ സൂക്ഷിക്കില്ല. കാരണം അതൊക്കെ ആസിഡുകളാണ്, ഇവരുമായിട്ട് പോയിട്ട് പ്രവർത്തിച്ചാളും. അപ്പോൾ ലോഹനാശനം കൊണ്ട് എന്തൊക്കെ ദോഷമാണ് നമുക്ക് ഉണ്ടാകുന്നത്, ലോഹം പെട്ടെന്ന് നശിച്ചു പോകും, ബലക്ഷയം സംഭവിക്കും, വൈദ്യുത സർക്യൂട്ടുകൾ പ്രവർത്തിക്കാതായി മാറും, ധനനഷ്ടം ഉണ്ടാവും. ഇതൊക്കെ എന്ന് പറയുന്നതിൻ്റെ പ്രശ്നങ്ങളാണ്. എങ്ങനെ നമുക്ക് നമ്മുടെ എക്സാമ്പിൾ കാണാം, നമ്മളെ ഇരുമ്പ് തുരുമ്പിക്കുന്നത്. അപ്പോൾ എങ്ങനെ ഇത് തടയാൻ നമുക്ക്, ഞാൻ നേരത്തെയും പറഞ്ഞു, നമുക്ക് പെയിൻറ്റൊക്കെ അടിച്ചും കൊണ്ട് ഇത് തടയാൻ വേണ്ടി പറ്റും. അതുപോലെ അല്ലെങ്കിൽ നമ്മൾ ലോഹസങ്കരമായിട്ടുള്ള സ്റ്റെയിൻലെസ് സ്റ്റീലുകളൊക്കെ ഉപയോഗിക്കുക. അപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്നൊക്കെ പറഞ്ഞാൽ അതായത് നമ്മൾ ഇരുമ്പിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും, അതായത് കുറച്ച് മറ്റുള്ള ലോഹങ്ങളോ അലോഹങ്ങളോ കൂട്ടി ചേർക്കുകയാണ് ചെയ്യുന്നത്. അതിപ്പോൾ കുറച്ചും കൂടി ലോഹനാശനം തടയും. സ്റ്റെയിൻലെസ് സ്റ്റീൽ, പിച്ചള, അതുപോലെ തന്നെ വെങ്കലം, ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ലോഹനാശനം തടയുന്ന ആൾക്കാരാണ്. പിന്നെ നിങ്ങൾക്ക് ഒരു ആറന്മുള കണ്ണാടിയൊക്കെ കാണാം. നിങ്ങൾ ഈ ഒരു ബോക്സിലുള്ള കാര്യം എന്താണെന്നുള്ളത് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. ഒന്നുമില്ല, അതിൽ പറയുന്നത് ഈ ആറന്മുള കണ്ണാടി എന്നൊക്കെ പറയുന്നത് ഗ്ലാസ് അല്ല ആക്ച്വലി അവിടെ നിർമ്മിച്ചിരിക്കുന്നതെന്നാണ്. ഇനി മനുഷ്യ ശരീരത്തിലെ ലോഹങ്ങൾ ആരൊക്കെ മനുഷ്യ ശരീരത്തിലുള്ള ലോഹങ്ങൾ? സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം, അതുപോലെ തന്നെ അയേൺ, കൊബാൾട്ട്, സിങ്ക്, ഇവരൊക്കെ നമ്മളെ ശരീരത്തിൽ കാണപ്പെടുന്നതാണ്. അത് നമുക്കറിയാം. നമ്മളെ ഹീമോഗ്ലോബിനിലൊക്കെ അടങ്ങിയിരിക്കുന്നത് ആരാ? ഇരുമ്പാണ് നമ്മളെ ഹീമോഗ്ലോബിൻ അടങ്ങിയിരിക്കുന്നത്, അല്ലേ? അപ്പോൾ നമ്മളെ ശരീരത്തിലും എന്തുണ്ട്, ഒരുപാട് എന്തടങ്ങിയിരിക്കുന്നുണ്ട്, ലോഹങ്ങൾ നമ്മളെ ശരീരത്തിലും അടങ്ങിയിരിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. അപ്പം ഇവിടെ കാൽഷ്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളെ നമ്മളെ പല്ലിനും എല്ലിനും ഒക്കെ ബലം നൽകുന്നതാണ് കാൽഷ്യം.